Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. മാത്തിൽ ചൂരലിൽ ചെങ്കൽപ്പണയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടു. ആസാം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. മഴ ആരംഭിച്ചതോടെ ദേശീയപാത നിർമ്മാണം വിവാദ ചുഴിയിൽ. വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞതും റോഡ് തകർന്നതുമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. വെള്ളൂർ ഉൾപ്പെടെ പയ്യന്നൂരിൽ പാത കടന്നു പോകുന്നതിന്റെ ഇരുവശങ്ങളിലുള്ളവരും പലവിധത്തിൽ ദുരിതം അനുഭവിക്കുന്നു. KSTP റോഡിലെ പാപ്പിനിശ്ശേരി മേൽപ്പാലവും അപകടക്കെണിയായി. കമ്പികൾ പുറത്തു കാണുന്ന രീതിയിൽ വലിയ ഗർത്തമാണ് പാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടവും സംഭവിച്ചിരുന്നു. ജീവൻ പണയം വെച്ചാണ് യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നത്. കാലവർഷം എത്തുമ്പോൾ മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തീരദേശവാസികൾ ഏറെ ഭീതിയിൽ. കടൽഭിത്തി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ട് തന്നെ വർഷങ്ങളായി. മഴ ശക്തമായാൽ പ്രദേശത്ത് കടലാക്രമണവും രൂക്ഷമാകും. വാർത്തകൾ വിശദമായി. മാത്തിൽ ചൂരലിൽ ചെങ്കൽപ്പണയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടു. അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. അപകടത്തിൽ ടിപ്പർ ഡ്രൈവർ എരമം സ്വദേശി ജിതിന് പരിക്കേറ്റു. ചൂരൽ ഒയോളത്ത് ചെങ്കൽപ്പണയിൽ മണ്ണിടിഞ്ഞ ഒരാൾ മരിച്ചു. അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30ഓടെയാണ് അപകടം നടന്നത്. അപകടം നടക്കുമ്പോൾ വേറെയും തൊഴിലാളികൾ ചെങ്കൽപ്പണയിൽ ഉണ്ടായിരുന്നു. ടിപ്പർ ഡ്രൈവർ ജിതിന് പരിക്കേറ്റു. ഇയാളെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മരിച്ച അസം സ്വദേശി ഗോപാൽ വർമ്മന്റെ മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചീമേനി, ചാനടുക്കത്തെ മുനീർ, ഫസൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ചെങ്കൽപ്പണ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഴ ആരംഭിച്ചതോടെ ദേശീയപാത നിർമ്മാണം വിവാദ ചുഴിയിലാണ്. വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞതും റോഡ് തകർന്നതുമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. വെള്ളൂർ ഉൾപ്പെടെ പയ്യന്നൂരിൽ പാത കടന്നുപോകുന്നതിന്റെ ഇരുവശങ്ങളിലുമുള്ളവർ പലവിധത്തിൽ ദുരിതം അനുഭവിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ പൊടിയും ചെളിയും യാത്രാ ദുരിതവും നീങ്ങി ദേശീയപാത പൂർത്തിയാകുന്നതും കാത്തിരുന്നവരാണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള താമസക്കാരും യാത്രക്കാരും. എന്നാൽ ആദ്യ മഴ പെയ്തതോടെ ആ പ്രതീക്ഷകൾ ആശങ്കയായി മാറി. പയ്യന്നൂരിൽ പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലുള്ളവരും സമാന ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായി തന്നെ വെള്ളക്കെട്ടുള്ളതാണ് വെള്ളൂർ പ്രദേശം. വെള്ളത്തിന്റെ ഊരെന്ന വെള്ളൂരിന്റെ പേരിൽ തന്നെ അതുണ്ട്. നിർമ്മാണം പ്രാരംഭദശയിലായിരുന്ന കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്നു. ഇക്കുറി റോഡ് നിർമ്മാണം ഏറെക്കുറെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇരുവശങ്ങളിൽ മാത്രമല്ല റോഡിലും വെള്ളക്കെട്ട് തന്നെയെന്ന അവസ്ഥ നാട്ടുകാർ തിരിച്ചറിയുന്നത്. കാൽനട യാത്രക്കാർക്കും വണ്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന 2 വീലറിനെല്ലാം വണ്ടി കുറേ അവിടെ സ്ലിപ്പ് ചെയ്ത് വീണു. അവിടെയെല്ലാം വലിയ ഗട്ടറുണ്ട്. അവിടെ ഒന്നും ഹൈവേ അതോറിറ്റി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മളെ കച്ചവടക്കാർക്കും ഒരുപാട് വിഷമം തന്നെയാണ്. ഡ്രൈനേജിലല്ല വെള്ളം പോകുന്നത്. ഡ്രൈനേജിനെല്ലാം ഓട്സ് ഉണ്ട്. അത് ഓൾറെഡി അതൊന്ന് ലെവലാക്കി കൊടുക്കാനും അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. നമ്മൾ കുറേ ശ്രമിച്ചു, പക്ഷേ അത് നമ്മളെ കൊണ്ടാവുന്നില്ല. അവർ വന്ന് ചെയ്താൽ നമുക്കെല്ലാം വലിയ ഉപകാരമായിരുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ അശാസ്ത്രീയമെന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് സർവീസ് റോഡിലെ ഡ്രൈനേജ് സംവിധാനമുള്ളത്. കോൺക്രീറ്റ് സ്ലാബിട്ട നടപ്പാതയിലാണ് ഒവ്വുചാലുള്ളത്. എന്നാൽ ഇതിലേക്ക് വെള്ളമിറങ്ങാൻ മാർഗങ്ങളൊന്നുമില്ല. ഒവ്വുചാലിനുള്ളിലേക്ക് വെള്ളം കടക്കുവാനുള്ള ദ്വാരങ്ങൾ ഉള്ളത് റോഡിന്റെ നിരപ്പിൽ നിന്ന് 2 ഇഞ്ചെങ്കിലും മുകളിലാണ്. അതായത് മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളം കെട്ടിനിൽക്കുമെന്ന് തീർച്ച. സമീപത്തെ വ്യാപാരികളും വെള്ളക്കെട്ട് ഭീഷണിയിൽ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
KSTP റോഡിലെ പാപ്പിനിശ്ശേരി മേൽപ്പാലവും അപകടക്കെണിയായി. കമ്പികൾ പുറത്തു കാണുന്ന രീതിയിൽ വലിയ ഗർത്തമാണ് പാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടവും സംഭവിച്ചിരുന്നു. ജീവൻ പണയം വെച്ചാണ് യാത്രക്കാർ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ KSTP റോഡിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലും വലിയ ഗർത്തം തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷ കുഴിയിൽ വീണ് മറിഞ്ഞിരുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പാലത്തിലെ വെളിച്ചക്കുറവും രാത്രികാലങ്ങളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കുഴിയിൽ വെള്ളം നിറയുന്ന സ്ഥിതിയുണ്ടായാൽ ഇത് ശ്രദ്ധയിൽപ്പെടാതെ അപകടങ്ങൾ പതിവാകുവാനും സാധ്യതയുണ്ട്. KSTP റോഡിലെ പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ അവസ്ഥയും ഇതിൽ നിന്ന് മാറ്റമൊന്നുമില്ല. ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പ്രധാനപ്പെട്ട ഈ റോഡിൽ പാലത്തിൽ ഇത്രയും അധികം വലിയൊരു ഗർത്തം ഉണ്ടായിട്ട് ഇതിനെ ആളുകൾ ആക്സിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 11 മണിക്ക് ഒരു സഹോദരി അടക്കമുള്ള ആളുകൾ കുട്ടികളടക്കമുള്ള വീടിൻ്റെ പരിയാരം മെഡിക്കൽ കോളേജിലുള്ളത്. താൽക്കാലിക കുഴിയടക്കലിനു പകരം ശാശ്വതമായ റീടാറിംഗ് പ്രവൃത്തി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പാലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാലവർഷം എത്തുമ്പോൾ മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തീരദേശവാസികൾ ഏറെ ഭീതിയിലാണ്. കടൽഭിത്തി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ട് തന്നെ വർഷങ്ങളായി. മഴ ശക്തമായാൽ പ്രദേശത്ത് കടലാക്രമണവും രൂക്ഷമാകും. കാലവർഷമെത്തുമ്പോൾ ഏറെ ഭീതിയിലാണ് മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തീരദേശവാസികൾ. കടലാക്രമണം രൂക്ഷമായ പ്രദേശത്ത് മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറും. തീരദേശ റോഡുകളും തകരാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ടാകും. പ്രദേശവാസികളുടെ വർഷങ്ങൾ നീണ്ട മുറവിളികൾക്കൊടുവിലാണ് കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇത് പാതിവഴിയിൽ നിലച്ചിട്ട് വർഷങ്ങളായി. കരിങ്കല്ലുകൾ ബീച്ചിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് തന്നെ വർഷങ്ങളായി. മീറ്ററുകൾ മാത്രമാണ് കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കാലവർഷം ശക്തമായാൽ കടലാക്രമണവും രൂക്ഷമാകും. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. തീരദേശത്തുള്ള ആളുകൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം കടൽ ഏത് സമയം കരയിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കടലാക്രമണം എപ്പോഴും ഭയവിഹ്വലരായിട്ടാണ് ഈ തീരത്ത് കഴിയുന്നത്. കടൽ ഭിത്തി നിർമ്മാണം വർഷങ്ങളായി ജനങ്ങളുടെ മുറവിളി കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷം മുമ്പ് തുടങ്ങിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. 400-500 മീറ്ററുകൾ മാത്രമാണ് പണി ഇതുവരെ പൂർത്തിയായത്. ഇനിയും കിലോമീറ്റർ കണക്കിന് കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട്. കല്ല് കുറെ ഇറക്കി വെച്ചിട്ടുണ്ട്, മെഷർമെന്റ് എടുത്ത് പോയിട്ടുണ്ട് എന്നല്ലാതെ പണി നിർത്തിവെച്ചിട്ട് ഇപ്പം മാസങ്ങളായി. 6-7 മാസമായി പണി നിർത്തിവെച്ചിട്ട്. പക്ഷേ പണി ഇപ്പോഴും എന്ന് തുടങ്ങും എന്ന് പോലും നിശ്ചയമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലാത്തറയിൽ പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ സർവീസ് റോഡ് അടച്ചിട്ട് 3 ദിവസം. റോഡിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഓവുചാൽ നിർമ്മാണം നടക്കുന്നതിനാലും ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനാലുമാണ് റോഡ് അടച്ചിട്ടത്. പിലാത്തറയിൽ പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ സർവീസ് റോഡ് അടച്ചിട്ടിട്ട് 3 ദിവസം. റോഡിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഓവുചാൽ നിർമ്മാണം നടക്കുന്നതിനാലും ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനാലുമാണ് റോഡ് അടച്ചത്. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചുമടുതാങ്ങി വഴി KSTP റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ പിലാത്തറ പയ്യന്നൂർ റോഡിൽ പിലാത്തറ ടൗണിലും പീരക്കാംതടത്തിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. വാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു വെള്ളക്കെട്ടുണ്ടായത്. കാലവർഷം ശക്തമായാൽ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലെങ്കിൽ ഈ ഭാഗം ദിവസങ്ങളോളം അടച്ചിടേണ്ടി വരും. ഈ റോഡരികിൽ സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതോടെ സ്കൂളിലേക്ക് എത്തുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയാസമാകും നേരിടേണ്ടി വരിക. നിലവിൽ റോഡ് പൂർണ്ണമായി അടച്ച് ഓവുചാൽ നിർമ്മാണ പ്രവൃത്തിയും ദേശീയപാത സംരക്ഷണ ഭിത്തി അറ്റകുറ്റപ്പണിയും നടന്നുവരികയാണ്. മഴക്കാലത്തിനു മുൻപേ പ്രവൃത്തി പൂർത്തിയായില്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടാകും ഉണ്ടാകാൻ പോകുന്നത്. ഹലോ, ഞാൻ ഇവിടെ പിലാത്തറ കച്ചവടം ചെയ്യുന്ന ഒരു ഹോട്ടലുകാരനാണ്. അതുപോലെ ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതുവരെ ഈ ഓവുചാല് നിർമ്മിക്കാനോ ഈ വെള്ളക്കെട്ട് കളയാനോ അധികൃതർ ഇതുവരെ ശ്രമിച്ചില്ല. ഇത് കാണുന്ന ഒരു കച്ചവട കടയാണ്.
ഇതിപ്പോൾ പൂട്ടിയിട്ട് 2 ആഴ്ചയായി. ഇതിലെ കൂടെ ഈ വാഹനം വഴി തിരിച്ച് വിട്ടിട്ട് തന്നെ 3 ദിവസമായിട്ടുള്ളത്. ഈ ഹൈവേ വർക്ക് മൂലം ഇവിടെയുള്ള ഈ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഈ റോഡ് ടച്ച് ചെയ്യുന്ന പിലാത്ര സ്കൂളിൻ്റെ അടുക്കുക ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂൾ തുറക്കേണ്ടതാണ്. കുട്ടികൾക്കും പോകാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വെള്ളൂർ പുതിയങ്കാവിലും ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടു. ദേശീയപാതയുടെ അശാസ്ത്രീയതയും വിള്ളലും വാർത്തകളിൽ നിറയുന്നതിനിടെ പുതിയങ്കാവിലും 20 മീറ്ററോളം നീളത്തിൽ വിള്ളലുണ്ടായത് പരിസരവാസികളെ ആശങ്കയിലാക്കുന്നു. അടിമുടി അശാസ്ത്രീയതയും അപാകതയുമാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടു വരുന്നത്. ഈ ആശങ്കകൾക്കിടയിലാണ് വെള്ളൂർ പുതിയങ്കാവിൽ നിർമ്മാണത്തിലിരിക്കുന്ന 6 വരി പാതയിൽ വിള്ളൽ കണ്ടത്. മഴയുടെ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ വിള്ളലും റോഡിനു വന്ന ചെരിവും അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. ഭൂനിരപ്പിൽ നിന്നും മീറ്ററുകളോളം മണ്ണിട്ടുയർത്തി നിർമ്മിച്ച റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞ ഭാഗത്താണ് 20 മീറ്ററോളം നീളത്തിൽ വിള്ളലുണ്ടായത്. റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്പാനുകൾ ഇവിടെയാണ് അടുക്കി വച്ചിട്ടുള്ളത്. ഈ സ്പാനുകളുടെ ഭാരം താങ്ങുവാനുള്ള ശേഷി പോലും പുതിയ റോഡിനില്ല എങ്കിൽ ഇതിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? പോരാതെ അട്ടിവച്ച സ്പാനുകളുടെ ഭാരം താങ്ങാനാകാതെ സൈഡ് വോളിനോട് ചേർന്ന് ടാറിംഗ് ഉൾപ്പെടെ കുഴിഞ്ഞു താണതും കാണാവുന്നതാണ്. അതായത് റോഡിന് താഴെയുള്ള സർവീസ് റോഡും സമീപത്തെ വീടുകളും അപകട ഭീഷണിയിലാണ് എന്നത് വ്യക്തമാണ്. പെൻഡ് ഹോട്ടലിന് ദേശം തെക്കോട്ട് മാറി റോഡിലുള്ള അവസ്ഥയാണ് പുതിയ റോഡിൻ്റെ. ഈ റോഡിന് സ്പാനുകളിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൂടെ ഒരു 100 മീറ്ററോളം വലിയ വിള്ളൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ ഒരു പഴയ വീടുമുണ്ട്. അപ്പോൾ അതുമല്ലാതെ ഇതിൻ്റെ വാർത്തതിൻ്റെ സൈഡിലൂടെ വിടവും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ സംഭവിച്ചതുപോലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നടങ്കം അവരെ വീട്ടിലേക്ക് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ട് ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ മേലെ ഇറക്കി വെച്ച ഈ സ്പാനുകൾ താങ്ങാൻ പോലും ഈ റോഡിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളലുണ്ടായ കണ്ടോത്ത് ഭാഗത്ത് ടി.ഐ. മധുസൂദനൻ MLA എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം എത്തിയിരുന്നു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളലുണ്ടായ കണ്ടോത്ത് ഭാഗത്ത് ടി.ഐ. മധുസൂദനൻ MLA എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കോറം അണ്ടർപാസിന് സമീപത്തെ ടാറിംഗ് പൂർത്തിയായ ഭാഗത്തും വിള്ളലുണ്ടായിട്ടുണ്ട്. 10 അടിയോളം ഉയരത്തിൽ സംരക്ഷണ ഭിത്തിയില്ലാതെ മണ്ണിട്ടുയർത്തി ടാറിംഗ് ചെയ്തതിനാൽ മണ്ണൊലിപ്പ് ഭീഷണിയുമുണ്ട്. ഇവിടെ കണ്ടോത്ത് പഴയ ദേശീയപാതയിൽ നിന്നും പുതിയ ദേശീയപാതയിലേക്ക് കയറുന്നതിന്റെ തെക്കുഭാഗത്തും കണ്ടോത്ത് അണ്ടർബ്രിഡ്ജിന്റെ വടക്കുഭാഗത്തുമായാണ് 100 അടിയോളം നീളത്തിൽ ടാറിംഗ് പൂർത്തിയായ ഭാഗം വിണ്ടുകീറിയിട്ടുള്ളത്. നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പരിയാരം മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ വിളയാങ്കോട് ഒറന്നെടുത്ത് ചാലിലെ ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസെടുത്തു. നേതാക്കൾ ഉൾപ്പെടെ 30 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ വിളയാങ്കോട് ഒറന്നെടുത്ത് ചാലിലെ ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ നേതാക്കൾ ഉൾപ്പെടെ 30 ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസെടുത്തു. തുമ്പോട്ടയിലെ ജിതിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, സുധാജ്, ശിവശങ്കരൻ, സജേഷ്, രജീഷ് എന്നിവരുടെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് 24 പേർക്കെതിരെയുമാണ് കേസ്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി ഓഫീസിലേക്ക് യുവജന മാർച്ച് നടത്തിയത്. ഡോർ ഗ്ലാസുകൾ, പ്ലൈവുഡ് ബോർഡുകൾ, CCTV ക്യാമറകൾ എന്നിവ നശിപ്പിക്കപ്പെട്ടതായി പറയുന്നു. 50,000 രൂപയുടെ നഷ്ടം വരുത്തുകയും പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ ടൗണിലെ കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ സംയുക്ത സംരംഭമായ പയ്യന്നൂർ കമ്മ്യൂണിക്കേഷൻസ് ക്ലസ്റ്റർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ടൗണിലെ കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ സംയുക്ത സംരംഭമായ പയ്യന്നൂർ കമ്മ്യൂണിക്കേഷൻസ് ക്ലസ്റ്റർ ഓഫീസ് ഉദ്ഘാടനം COA ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു.
കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് മികച്ച സേവനം കൂടുതൽ സമയം നൽകുന്നതിന് ക്ലസ്റ്ററുകൾ പ്രയോജനകരമാണെന്നും സംസ്ഥാനത്ത് ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായി ക്ലസ്റ്ററുകൾ രൂപീകരിക്കുക എന്നത് COA നയമാണെന്നും PB സുരേഷ് പറഞ്ഞു. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് ഇന്ന് വളരെ നല്ല നിലയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള വിഷൻ ഇന്ന് 1000 കോടി ടേൺ ഓവറുള്ള ഒരു വലിയ കമ്പനിയായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിൽ ഉപഭോക്താക്കൾക്ക് മികച്ച സർവീസ് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ക്ലസ്റ്ററുകൾ എന്നുള്ളത് വളരെ അനിവാര്യമായിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സംസ്ഥാന കൺവെൻഷൻ്റെ തീരുമാനം തന്നെ കേരളത്തിൽ മികച്ച ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഓപ്പറേറ്റർമാർ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പൊതു സംവിധാനമായി ഇതിനെ മാറ്റുന്നതിലൂടെ ഏറ്റവും മെച്ചപ്പെട്ട സർവീസ് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ക്ലസ്റ്ററിൻ്റെ നേട്ടം. ചടങ്ങിൽ COA ഭാരവാഹികളായ V ജയകൃഷ്ണൻ, AV ശശികുമാർ, K സജീവ് കുമാർ, KV രാജൻ, ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. COA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർക്കുള്ള ക്ലാസ് സംഘടിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. COA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർക്കുള്ള ക്ലാസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ COA ഭവനിൽ നടന്ന ക്ലാസ് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലസ്റ്ററുകൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് അത് തന്നെ എല്ലാ ജില്ലാ സെക്രട്ടറിമാരും നമ്മൾ അറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ സംഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ KCCയെ സംബന്ധിച്ച് ഈ ക്ലസ്റ്ററുകളുടെ ഒരു ഡാറ്റ നമ്മുടെ കൈവശമില്ല. എത്ര ക്ലസ്റ്ററുകൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ എത്ര ഓപ്പറേറ്റർമാർ ഭാഗഭാഗമാണ്, അതിൻ്റെ ഭാരവാഹികൾ ആരാണ് തുടങ്ങിയ ഒരു ഡാറ്റയും നമ്മുടെ കൈവശമില്ല. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറിമാർ മുഖേന ആ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിനോട് പ്രതികരിച്ചത് 5 ജില്ലാ സെക്രട്ടറിമാർ മാത്രമാണ്. കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം. പിന്നീട് മലപ്പുറത്തുനിന്ന് ഈ യോഗം നടന്ന 2 ദിവസം മുന്നേ അവർ വിളിച്ചത്. P ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, V ജയകൃഷ്ണൻ, K സജീവ് കുമാർ, AV ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലസ്റ്റർ പ്രവർത്തനം ഊർജിതമാക്കുവാനും ജില്ലയിൽ 45 ക്ലസ്റ്റർ ഓഫീസ് സജീവമായി പ്രവർത്തിക്കുവാനും തീരുമാനിച്ചു. കസ്റ്റമർ കെയർ സംവിധാനവും കോമൺ സർവീസ് ആരംഭിക്കുവാനും തീരുമാനമെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെക്ക് ഡാമിന്റെ അശാസ്ത്രീയ നിർമ്മാണം, പലക എടുക്കാനാകാതെ തകർച്ചാ ഭീതിയിൽ കുറുമുണ്ട അണക്കെട്ട്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പേരൂൽ പടിഞ്ഞാറേക്കര പാടശേഖരത്തിന് കുറുകെ നിർമ്മിച്ച ചെക്ക് ഡാമാണ് കർഷകർക്ക് ദുരിതമായി മാറിയത്. ചെക്ക് ഡാമിന്റെ അശാസ്ത്രീയ നിർമ്മാണം, പലകയെടുക്കാനാകാതെ തകർച്ചാ ഭീതിയിൽ കുറുമുണ്ട അണക്കെട്ട്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പേരൂൽ പടിഞ്ഞാറേക്കര പാടശേഖരത്തിന് കുറുകെ നിർമ്മിച്ച ചെക്ക് ഡാമാണ് കർഷകർക്ക് ദുരിതമായി മാറിയത്. MLAയുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് ഈ ചെക്ക് ഡാം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വെള്ളം നിറഞ്ഞ പലക എടുക്കാനാകാതെ ഏത് നിമിഷവും തകരാൻ തക്ക വിധമാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ മണ്ണും മാലിന്യങ്ങളും അടങ്ങിയ കലങ്ങിയ വെള്ളം കൃഷിയിടത്തിലേക്ക് ഒഴുകി കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. പടിഞ്ഞാറേക്കര പാടശേഖരത്തിലെ 55 ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് ജലസേചനം നടത്തുന്നതിനും പേരൂലിന്റെ ഇരുകരയിലുമുള്ളവർക്ക് കുടിവെള്ളവും കിട്ടുന്നത് ഈ ചെക്ക് ഡാം ഉള്ളതുകൊണ്ടാണ്. അണക്കെട്ടിനടുത്ത് റോഡ് സൗകര്യമില്ലാത്തതിനാൽ പലക എടുക്കുന്നതിന് ക്രെയിൻ കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കൃഷിഭൂമി തരിച്ചിടാനാണ് കർഷകരുടെ തീരുമാനം. നമ്മൾ ഈ അണക്കെട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഇതിലിങ്ങനെ ഉണ്ടായതാണ്. ഇത് 1 കോടി ഉറുപ്പ് മുതൽക്ക് അണക്കെട്ട് ഉണ്ടാക്കിയെങ്കിൽ അണക്കെട്ടിൻ്റെ സൈഡ് ഭിത്തിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആണിയോ ഒന്നും തന്നെ ആക്കിയിട്ടില്ല. അത് മാത്രമല്ല ഇതിൻ്റെ പലക ഇടേണ്ടത്
മുൻവശത്തിടേണ്ട പലക ഇപ്പോൾ ബാക്ക് കൊണ്ടിട്ടു എന്ന് മാത്രമല്ല ആ പല എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ അണക്കെട്ട് തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ പഴയ അണക്കെട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ സ്ലാബുണ്ട്. ആ സ്ലാബിൻ്റെ മേലെ കീഞ്ഞിട്ടാണ് പല സാധാരണ എടുക്കുക. ഇതിനൊരു സ്ലാബും ഇല്ല, ഒന്നുമില്ല. ഈ പല ഇന്നലെ രാവിലെ പിന്നെ വൈകുന്നേരം 7 മണി മുതൽ രാത്രി 11:30 വരെ ഒരു 10-15 ആളുകൾ കടഞ്ഞു പരിശ്രമിച്ചിട്ടും പല എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് പറഞ്ഞാൽ നിരുത്തരവാദിത്വം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ഈ കാര്യത്തെ പറ്റിയിട്ട്. അതുമാതിരി എഞ്ചിനീയറും അതുമാതിരി തന്നെ ഈ കോൺട്രാക്ടറും ഇവിടെ വരുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഇടപെട്ടിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ടില്ലാതെ പലവുണ്ട്, അല്ലാണ്ട് പുറകിലല്ല എന്ന് പറയുന്ന സമയത്ത് അവർ പറഞ്ഞല്ല ഇത് മുന്നേ ഇത് ധാരണ ഇതാണ്, അതുകൊണ്ട് അതുമാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള നിയമനത്തിലാണ് അവർ നിന്നത്. ഇപ്പോൾ അതിനേക്കാളും പ്രശ്നം വെച്ചാൽ ആണിയില്ല. ഇപ്പോൾ പുഴ വെരിക്കപ്പുഴയും കുറുമുണ്ട പുഴ ഒന്നാവുന്ന തരത്തിലാണ് കണ്ടത്തിൽ കൂടി അതിപ്പോൾ പുഴ നീങ്ങി പോകുന്നത് വെള്ളം കൊണ്ട്. ഈ പലയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും പെട്ടെന്ന് ഈ പല എടുത്ത് അത് മാറ്റുകയും അതുപോലെ തന്നെ വെള്ളത്തിനെ സുഖമായി വിടുകയും ചെയ്യണം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മികച്ച മുനിസിപ്പൽ ചെയർമാനുള്ള 2025 വർഷത്തെ ജവഹർ പുരസ്കാരം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയ്ക്ക്. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം 2025 മെയ് 26-ന് ബാംഗ്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ കർണാടക ക്യാബിനറ്റ് മിനിസ്റ്റർ KJ ജോർജിൽ നിന്നും ചെയർപേഴ്സൺ KV ലളിത ഏറ്റുവാങ്ങും. സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഒരു അവാർഡ്, മികച്ച നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ള നിലയിലേക്കുള്ള ഒരു അവാർഡ് ലഭിക്കാനിടയായിട്ടുണ്ട്. അതിലേറെ സന്തോഷിക്കുന്നു. പയ്യന്നൂരിലെ നഗരസഭക്കകത്തെ 44 കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, മറ്റ് കണ്ടിജൻ്റ് വർക്കർമാർ ഇവരെല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമവും പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല നിലയിലുള്ള സഹകരണവും പ്രോത്സാഹനവും എല്ലാമാണ് ഈ ഒരു അംഗീകാരം നേടിയെടുക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസം കേന്ദ്രം നാശത്തിന്റെ വക്കിൽ. ടൂറിസം രംഗത്ത് പയ്യന്നൂരിന്റെ കുതിച്ചുചാട്ടത്തിന് ഉതകുമെന്ന് പറഞ്ഞ് നിർമ്മിച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികാരികളുടെ അനാസ്ഥയിൽ നശിക്കുന്നത്. നഗരസഭ അടിസ്ഥാന സൗകര്യം ഒരുക്കിക്കൊടുത്ത് ടൂറിസം വകുപ്പ് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതിയാണിത്. 2018 മെയ് 14-ന് അന്നത്തെ ടൂറിസം സഹകരണ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് നടത്തിപ്പ് ചുമതല. പറശ്ശിനിക്കടവിലേക്കും കവ്വായിലേക്കുമൊക്കെ ഹൗസ് ബോട്ട് സർവീസ് അടക്കം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോൾ ഇവിടെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ട്. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുഴയോരവും പരിസരവും. പുഴയാലും കണ്ടൽക്കാടുകളാലും സമൃദ്ധമായ മനോഹരമായ കേന്ദ്രമായിരുന്നു പദ്ധതി നടത്തിപ്പിനായി തിരഞ്ഞെടുത്തിരുന്നത്. പുഴയോരത്ത് ഏറുമാടവും കുട്ടികൾക്ക് കളി ഉപകരണങ്ങളടക്കമുള്ള വിശാലമായ കളിയിടവും ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനാവശ്യമായ മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു. കയാക്കിങ്ങിനുള്ള സൗകര്യവും പ്രത്യേകമായി ഏർപ്പാടാക്കി. എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ എല്ലാം നശിച്ചുപോയി. മരം കൊണ്ട് നിർമ്മിച്ച ഏറുമാടവും മറ്റും വെയിലും മഴയും കൊണ്ട് നശിച്ചു. ഇതോടെ അവധി ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കൊണ്ടിരുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായി. പിന്നീട് ഇവിടേക്ക് ആരും വരാതെയുമായി. ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ പയ്യന്നൂർ ടൗണിൽ നിന്ന് ഏറെ ദൂരെയല്ലാത്ത പെരുമ്പ ദേശീയപാതയിൽ നിന്ന് വിളിപ്പാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എളുപ്പമായിരുന്നു. ടൂറിസം രംഗത്ത് പയ്യന്നൂരിന്റെ കുതിച്ചുചാട്ടത്തിനുതകുമെന്ന് പറഞ്ഞ് നിർമ്മിച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത്തരത്തിൽ അധികാരികളുടെ അനാസ്ഥയിൽ തീർത്തും നശിച്ചുപോയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. അനധികൃത വാഹന പാർക്കിങ്ങുകൾ തടയുമെന്നും അധികൃതർ പറഞ്ഞു. തൃക്കരിപ്പൂർ ടൗണിൽ ട്രാഫിക് സംവിധാനം കർശനമാക്കുവാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കയറാത്തതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികളും വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ബസ് ഉടമസ്ഥ സംഘടനാ ഭാരവാഹികളും ഉൾക്കൊള്ളുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടത്. തൃക്കരിപ്പൂരിലെത്തുന്ന മുഴുവൻ ബസ്സുകളും രാത്രി 7 മണി വരെ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കണം. ബസ്സുകൾ കയറുന്നതിന് തടസ്സമായി നിൽക്കുന്ന അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കുന്നതിനും ധാരണയായി.
ബീരിച്ചേരി മുതൽ തങ്കേമുക്ക് വരെയുള്ള റോഡരികിലുള്ള അനധികൃത പാർക്കിംഗുകൾ ഒഴിവാക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ഇനി മുതൽ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ, ചന്തേര SI M സുരേശൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TV ഗിരീഷ്, വില്ലേജ് ഓഫീസർ TV സന്തോഷ് കുമാർ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളായ M അസിനാർ, AV പ്രദീപ് കുമാർ, T ലക്ഷ്മണൻ, V രതീഷ് കുമാർ, C രവി, PV പത്മനാഭൻ, KV രവി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. +2 പരീക്ഷയിൽ ഹ്യൂമാനിറ്റീസിൽ 1200-ൽ 1200 നേടി നാടിന് അഭിമാനമായി എരമം പുല്ലൂക്കര സ്വാനന്ദം നിവാസിലെ ആര്യൻ അർണംബീശൻ. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ആര്യൻ. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആര്യൻ അർണംബീശൻ +2 പരീക്ഷയിൽ ഹ്യൂമാനിറ്റീസിൽ 1200-ൽ 1200 നേടി നാടിന് അഭിമാനമായി മാറി. എരമം പുല്ലൂക്കര സ്വദേശിയാണ് ആര്യൻ. എരമത്തെ സ്വാനന്ദം വീട്ടിൽ വെച്ച് കുടുംബാംഗങ്ങളോടൊപ്പം മുത്തച്ഛൻ റിട്ടയർഡ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ CMK നാരായണൻ ആര്യന് മധുരം നൽകി വിജയം ആഘോഷിച്ചു. ചിട്ടയായ പഠനമാണ് തന്റെ വിജയരഹസ്യമെന്ന് ആര്യൻ പറഞ്ഞു. എൻ്റെ +2 റിസൾട്ട് വന്ന സമയത്ത് തന്നെ എൻ്റെ 1200-ൽ 1200 ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഫുൾ മാർക്ക് കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമായി ഞാൻ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, ഈ വിജയം തുടർന്നു കൊണ്ടുപോകാൻ, എൻ്റെ ജീവിതത്തിൽ തുടർ വിജയങ്ങൾ നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലൂന്നി തുടർ പഠനം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പയ്യന്നൂർ കോളേജിൽ BA എക്കണോമിക്സും തുടർന്ന് സിവിൽ സർവീസിനും ചേരണമെന്നാണ് ആര്യന്റെ ആഗ്രഹം. പിതാവ് രാജീവ് കുമാർ, മാതാവ് കണ്ണൂർ സർവകലാശാല ജീവനക്കാരി VM ഭാവനാദേവി, സഹോദരി ആദ്യ നമ്പീശൻ. വിവരമറിഞ്ഞ് TI മധുസൂദനൻ MLA വീട്ടിലെത്തി ആര്യനെ അഭിനന്ദിച്ചു. മധുരം നൽകുകയും ആര്യന് ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ചാണ് MLA മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അമ്പലത്തറയിൽ കോറോം റോഡിൽ വെള്ളക്കെട്ട്. വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിൽ. ഇവിടെ വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലില്ലാത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. പയ്യന്നൂർ അമ്പലത്തറ കോറോം റോഡിൽ വെള്ളക്കെട്ട്. വെള്ളിയാഴ്ച രാവിലെയുണ്ടായ കനത്ത മഴയിൽ റോഡ് വെള്ളത്തിലായി. ഇവിടെ വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലില്ലാത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഇതോടെ ഏറെ ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ കാലവർഷം കനക്കുന്നതോടെ അവസ്ഥ എന്താകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മെഗാ ശുചീകരണം നടത്തി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത്. പെരുമ്പാപ്പുഴയോരത്ത് നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയും സന്നദ്ധ പ്രവർത്തകരും പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 95 സംയുക്തമായി പെരുമ്പാപ്പുഴയോരം ശുചീകരണം നടത്തി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ ഒരാശയമാണ് കേരളം സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് പോകുക എന്നുള്ളതെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ 2-3 വർഷം മുമ്പേ നമ്മൾ തുടക്കം കുറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പുഴ ശുചീകരിക്കാൻ വേണ്ടിയാണ് NSS വോളണ്ടിയേഴ്സിൽ എത്തിയിരിക്കുന്നത്. അതിന് വന്നിരിക്കുന്ന എല്ലാ NSS വോളണ്ടിയേഴ്സും കുഞ്ഞിമംഗലം പഞ്ചായത്തിൻ്റെ വക ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ K മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ VV, പയ്യന്നൂർ കോളേജ് NSS കോർഡിനേറ്റർ ഡോക്ടർ ജയരാജൻ TK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡിലെ ആശാവർക്കർമാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. VEO രായപ്പൻ സ്റ്റാൻലി സ്വാഗതവും ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി പ്രസന്നകുമാരി P നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ കോളേജ് NSS 95 യൂണിറ്റിലെ 50ഓളം വിദ്യാർത്ഥികളും 25 ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെ 100-ലധികം പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പതിറ്റാണ്ടുകളായുള്ള പോലീസ് സേനയിലെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന വേളയിൽ കാൽപന്ത് കളിയോടുള്ള കമ്പം കാട്ടി 3 പോലീസ് ഉദ്യോഗസ്ഥർ. ഒരാഴ്ച കഴിഞ്ഞ് സേവന കാലാവധി പൂർത്തീകരിക്കുന്ന CK മുരളീധരൻ, K രമേശൻ, KV ജയചന്ദ്രൻ എന്നിവരുടെ താൽപര്യത്തിൽ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ തല പോലീസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പോലീസ് സേനയിൽ 25 മുതൽ 30 വർഷം വരെ വിവിധ സ്റ്റേഷനുകളിൽ സേവനം ചെയ്തു വരുന്ന കരിവള്ളൂർ മധുരക്കോട് സ്വദേശിയും നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ SIയുമായ CK മുരളീധരൻ, ചീമേനി സ്റ്റേഷനിലെ SI K രമേശൻ, പയ്യന്നൂർ മാവിച്ചേരി സ്വദേശിയും
ചന്ദേര സ്റ്റേഷനിലെ SI-യുമായ KV ജയചന്ദ്രൻ എന്നിവർ ഈ മാസം വിരമിക്കുന്നതിന് മുന്നോടിയായാണ് സേനാംഗങ്ങളുടെ ഫുട്ബോൾ മത്സരം നടന്നത്. കാൽപന്ത് കളിയെ ഏറെ ഇഷ്ടപ്പെടുന്ന 3 പേരിൽ മുരളീധരനും ജയചന്ദ്രനും ഷോർട്സും ജേഴ്സിയും ബൂട്ടുമണിഞ്ഞ് സ്വന്തം സ്റ്റേഷൻ ടീമുകൾക്ക് വേണ്ടി പടന്ന ടൗണിലെ ഫുട്ബോൾ സിന്തറ്റിക് ടർഫിൽ കളിക്കാനിറങ്ങിയപ്പോൾ രമേശൻ ടീമുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കാഞ്ഞങ്ങാട് സബ് ഡിവിഷന് കീഴിലെ ചന്ദേര, ചീമേനി, നീലേശ്വരം, തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസ് ടീമുകളാണ് ഏറ്റുമുട്ടിയത്. നീലേശ്വരം, ചീമേനി, ചന്ദേര പോലീസ് സ്റ്റേഷനുകൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഫുട്ബോൾ മത്സരം ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചന്ദേര പ്രിൻസിപ്പൽ SI KP സതീഷ് അധ്യക്ഷത വഹിച്ചു. SI NK സതീഷ് കുമാർ, പ്രൊബേഷൻ SI CR മൗഷിമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ M. സുധീഷ് എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ മത്സരത്തിന് SI-മാരായ K. രാമചന്ദ്രൻ, M. സുരേശൻ, C. മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി. വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൽ ചീമേനി പോലീസ് സ്റ്റേഷൻ ടീം ജേതാക്കളായി. കോസ്റ്റൽ പോലീസ് ടീം റണ്ണേഴ്സപ്പായി. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ തായ്നേരി തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉപദേവാലയങ്ങളായ അയ്യപ്പ ക്ഷേത്രത്തിന്റെയും ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും കുറ്റിയടിക്കൽ കർമ്മം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ തായ്നേരി തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉപദേവാലയങ്ങളായ അയ്യപ്പ ക്ഷേത്രത്തിന്റെയും ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും കുറ്റിയടിക്കൽ കർമ്മം നടന്നു. വേഴാപറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെയും കുഞ്ഞിമംഗലം ബാലകൃഷ്ണൻ മേലാശാരിയുടെയും വേലായുധൻ ജന്മാശാരിയുടെയും കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനിവ പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി കയ്യൂർ ചീമേനി സോണലിന്റെ നേതൃത്വത്തിൽ മെയ് 27-ന് ഫിസിയോതെറാപ്പി സെന്റർ തുറക്കും. തിമിരി TKC സ്മാരക പാലിയേറ്റീവ് മന്ദിരത്തിൽ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളാൽ സജ്ജീകരിച്ച കേന്ദ്രം മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLA-യും കനിവ പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ KV കുഞ്ഞിരാമൻ ഫിസിയോതെറാപ്പി സെന്ററിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം, പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങൽ തുടങ്ങിയവ ജനപ്രതിനിധികൾ നിർവഹിക്കും. കനിവിന്റെ സോണൽ രൂപീകരണത്തിന് കഴിഞ്ഞ 3 വർഷത്തിനകം പഞ്ചായത്തിലെ രോഗി സർവേ പൂർത്തിയാക്കി ഹോം കെയർ പരിചരണം എല്ലാ മാസവും കൃത്യമായി നടന്നുവരുന്നുണ്ട്. ഇതിനാവശ്യമായ വാഹനം, ഡ്രൈവർ, നഴ്സ് ഇവരുടെ സേവനം ഉറപ്പാക്കുകയും പാലിയേറ്റീവ് ഉപകരണങ്ങൾ എത്തിച്ചു നൽകുകയും ഇടവേളകളിൽ സമീപ പ്രദേശങ്ങളിലെയും ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി ഡോക്ടേഴ്സ് ഹോം കെയർ പരിചരണവും നൽകി വരുന്നുണ്ട്. അതോടൊപ്പം ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. 2023-24 വർഷത്തെ മികച്ച സോണൽ കമ്മിറ്റിയായി തെരഞ്ഞെടുത്തത് കയ്യൂർ ചീമേനി ഹോം കെയർ പരിചരണമാണ്. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ഫിസിയോതെറാപ്പി സെന്റർ ജില്ലയിൽ പാലിയേറ്റീവ് രംഗത്തുള്ള ആദ്യ കേന്ദ്രമെന്ന പ്രത്യേകത കൂടിയുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MPV ജാനകി, PP സുകുമാരൻ, K. ബാലകൃഷ്ണൻ, VV തമ്പാൻ, PS സുരേഷ്, CK ചന്ദ്രൻ, VP ബാലചന്ദ്രൻ, K. രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാത്തിൽ ചൂരലിൽ ചെങ്കൽപ്പണയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടു. ആസാം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. മഴ ആരംഭിച്ചതോടെ ദേശീയപാത നിർമ്മാണം വിവാദ ചുഴിയിൽ. വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞതും റോഡ് തകർന്നതുമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. വെള്ളൂർ ഉൾപ്പെടെ പയ്യന്നൂരിൽ പാത കടന്നു പോകുന്നതിന്റെ ഇരുവശങ്ങളിലുള്ളവരും പലവിധത്തിൽ ദുരിതമനുഭവിക്കുന്നു. KSTP റോഡിലെ പാപ്പിനിശ്ശേരി മേൽപ്പാലവും അപകടക്കെണിയായി. കമ്പികൾ പുറത്തു കാണുന്ന രീതിയിൽ വലിയ ഗർത്തമാണ് പാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടവും സംഭവിച്ചിരുന്നു. ജീവൻ പണയം വെച്ചാണ് യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നത്. കാലവർഷം എത്തുമ്പോൾ മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തീരദേശവാസികൾ ഏറെ ഭീതിയിൽ. കടൽഭിത്തി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ട് തന്നെ വർഷങ്ങളായി. മഴ ശക്തമായാൽ പ്രദേശത്ത് കടലാക്രമണവും രൂക്ഷമാകും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.